ഇന്ന് നമ്മൾ ഓട്ടടേന് രാവിലെ കടി. രാവിലെ ഓട്ടടയും വൈകുന്നേരം കലത്തപ്പമായ കഥയാണ് ഇപ്പം ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ മിക്കവാറും രാവിലെ ഓട്ടടയാണെങ്കിൽ വൈകുന്നേരം കലത്തപ്പം അങ്ങനെ എന്തെങ്കിലും വെക്കും. അത് പിന്നെ ബാക്കി കുറച്ച് മാവുണ്ടാവില്ല, അപ്പോൾ വൈകുന്നേരം കടിയാവും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അങ്ങനെ ഓട്ടടക്കുള്ള മാവൊക്കെ റെഡിയാക്കി അടുപ്പ് കത്തിച്ചിട്ട് എനിക്ക് ഗ്യാസിൽ ഓട്ടട ഉണ്ടാക്കിയാൽ ശരിയാവാറില്ല. നിങ്ങൾക്കൊക്കെ ശരിയാവാറുണ്ടോ? എനിക്ക് ഓട്ടട ഒന്നും ഗ്യാസ് വെച്ച് ചുട്ടാൽ റെഡിയായി കിട്ടലില്ല, നന്നാവലില്ല. ചിലപ്പോൾ നടു വേവാറില്ല, ചിലപ്പോൾ അങ്ങനെ എന്തൊക്കെ പല ഓട്ടടൻ്റെതായ മിസ്റ്റേക്കുകളില്ലേ. അങ്ങനെ ഓട്ടട ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക. പിന്നെ ഓട്ടട ഒന്നും ആദ്യമൊന്നും ചുടുമ്പോഴൊന്നും ശരിയായിരുന്നില്ല. ഓട്ടടക്ക് മാവിന് ഭയങ്കര ഇതാണ്. ആദ്യമൊക്കെ ഒരു കുഴപ്പമാണ്. ഓട്ടട നല്ല സോഫ്റ്റ് ആവണം, ഉള്ളിൽ ആരൊക്കെ എടുക്കണം എന്നൊക്കെ പറയും. ആ ആരൊക്കെ വന്നിട്ടാണ് അങ്ങനെ ചെറിയ ആൾ ഓട്ടടി റെഡിയായി. അടുപ്പിൽ ചെറിയ ആൾ ഓട്ടടക്കുള്ളത് പറഞ്ഞ് അടുപ്പിൽ നിന്ന് ചട്ടിയൊക്കെ ഒഴിവാക്കി ചോറിനലിൻ്റെ വെള്ളമൊക്കെ മാറ്റി. അപ്പോൾ നമ്മൾ പൂ പോലത്തെ ഓട്ടട റെഡി ആയില്ലേ. പിന്നെ കുറച്ച് മാവ് ബാക്കിയുണ്ട്, കുറച്ചും കൂടി അരി അരച്ചെടുക്കാനുണ്ട്. അതും കൂടി ചേർത്ത് നമുക്ക് വൈകുന്നേരത്തെ ചായക്കടി വെക്കാം. അപ്പം നമ്മളെ ഓട്ടടൻ്റെ കോലാണിത്. ആരൊക്കെ എടുത്തേക്കണതാ പറഞ്ഞാൽ ആരായിരിക്കും ഇതൊക്കെ. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓട്ടടൻ്റെ റെസിപ്പിയൊക്കെ വേണമെങ്കിൽ പറയാൻ അറിയാത്ത കൂട്ടുകൾ ഞാൻ മോനക്കുള്ളതാക്കി വൈകുന്നേരം ഇപ്പം ബാക്കി അരിയും ചേർത്ത് അരക്കുകയാണ്. കുറച്ച് അപ്പക്കാരം ഇട്ടെടുത്ത് കുറച്ച് ഏലക്കായ് 3-4 ഏലക്കായും ഉപ്പും ചേർത്ത് അരച്ചെടുത്ത് കുറച്ച് തേങ്ങാക്കൊത്തും ചേർത്തിക്കണം കേട്ടോ. ചെറിയുള്ളി വേഗം അരിഞ്ഞ് ഗ്യാസ് അടുപ്പിൽ കുക്കർ വെച്ചുകൊണ്ട് വെളിച്ചെണ്ണ വെച്ച് ചെറിയുള്ളി തൂമിച്ചേക്ക് വെണ്ണയ്ക്ക് ഞാൻ തേങ്ങാക്കൊത്ത് ചേർത്തിന്നിട്ടാണ്. പിന്നെ നമ്മൾ അടുപ്പിൻ്റെ വിസിലൂരണം കേട്ടോ. വിസിലൂരി ഒരു പുകയൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഒരു 10-20 മിനിറ്റ് ആവും. അപ്പോൾ അതാ കുഴപ്പമില്ലാതൊക്കെ നമ്മളെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മക്കൾ സ്കൂളിൽ വന്ന് ചൂടാറിയതിന് ശേഷം എടുക്കണം, അല്ലെങ്കിൽ ഒരു ഒട്ടിപ്പിടിക്കലൊക്കെ ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യണേ.